വീഡിയോകളെ നമസ്കാരം കേട്ടാ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മീൻപിടുത്താണ്. കടലിൽ ഇറങ്ങി വല വീശി പിടിക്കാനുള്ള പരിപാടിയാണ്. അപ്പോൾ നമ്മുടെ താമസം ബാർജിലായതുകൊണ്ട് കോണി വെച്ച് ഇറങ്ങി പോകണതാണ് ഈ കാണുന്നത്. മുമ്പിൽ കടലാണെങ്കിലും ഈ പ്രദേശത്തൊന്നും വലിയ ആഴില്ല കേട്ടാ. അതുകൊണ്ടാണ് നമ്മൾ സിമ്പിളായിട്ട് നടന്നു പോണത്. ഇന്നൊരു വെള്ളിയാഴ്ച ദിവസമായിരുന്നു, അതായത് പ്രവാസികൾക്ക് അവധി കിട്ടുന്ന ദിവസം. ഇങ്ങനെയുള്ള ദിവസങ്ങളിൽ സാധാരണ ഒരു 8 മണി വരെയെങ്കിലും മൂടി പൊതിച്ച് കിടന്ന് ഉറങ്ങാറാണ് പതിവ്. അപ്പോൾ ഇന്ന് ആ പതിവൊക്കെ തെറ്റിച്ച് നമ്മളൊരു 5:30-6 മണിയോട് കൂടിയിട്ടാണ് ഈ മീൻ പിടിക്കാൻ ഇറങ്ങിയിട്ടുള്ളത്. അതിൻ്റെ കാരണം ഞാൻ പറഞ്ഞുതരാം. സാധാരണ നമ്മൾ വേലിയേറ്റ സമയത്തും വേലിയിറക്ക സമയത്തുമാണ് ഇവിടെ മീനെ കാണാറുള്ളത്. അപ്പോൾ ഈ സമയത്താണ് ഇവിടെ വേലിയിറക്കം, അതായത് കടലിൽ നിന്ന് വെള്ളം ഇറങ്ങി പോണ സമയം. ഇപ്പോൾ നമ്മൾ അത്യാവശ്യം മുട്ട് വരെ വെള്ളത്തിലാണ് കേട്ടോ പോണത്. ഒരു 2-3 മണിക്കൂർ കഴിഞ്ഞാൽ ഈ പ്രദേശത്ത് ഒരു തുള്ളി വെള്ളം ഉണ്ടാവില്ല, ഗ്രൗണ്ട് പോലെയാവും. അത്രയ്ക്കധികം വെള്ളം ഇറങ്ങി പോകുന്നൊരു സ്ഥലമാണിത്. അപ്പോൾ നമ്മൾ ഇന്നത്തെ മീൻ പിടുത്തം ഉദ്ദേശിച്ചേക്കണത് ഈ ബാർജിൻ്റെ മുകളിൽ നിന്നാണ് കേട്ടോ. അപ്പോൾ മീൻ പിടിക്കാൻ ബാർജിൻ്റെ മുകളിലേക്ക് കയറേണ്ട ഉദ്ദേശം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മീനെ നമുക്ക് നല്ല വ്യക്തമായിട്ട് കാണാം. പിന്നെ അത്യാവശ്യം ഹൈറ്റ് ഉള്ളതുകൊണ്ട് സ്പേസ് ഉള്ളതുകൊണ്ടും വല വീശാനും എളുപ്പമായിരിക്കും. അങ്ങനെ നമ്മൾ വീശാനുള്ള സ്ഥലത്തെത്തി. അതിരാവിലെ തന്നെ നമ്മൾ നല്ല പ്രതീക്ഷയോടെ ഇറങ്ങിയിട്ടുള്ളതാണ് കേട്ടോ മീൻ പിടിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ മുൻഭാഗത്ത് ചെന്ന് നോക്കി മീനുണ്ടോയെന്ന്, അവിടെ ഒന്നുമില്ല. സൈഡിൽ പോയി നോക്കി, അവിടെ ഒന്നുമില്ല. അങ്ങനെ 4 പാട് ചെന്ന് നോക്കി, ഒരു മീനെ പോലും കണ്ടില്ല കേട്ടോ നമ്മൾ വീശാൻ പാകത്തിന്. പിന്നെ വന്നതല്ലേ എന്ന് വിചാരിച്ച് നമ്മൾ ബക്കറ്റിൽ നിന്ന് വലയൊക്കെ എടുത്തൊന്ന് റെഡിയാക്കി. അവിടുന്ന് തൊട്ടൊരു ഡ്രോൺ നമ്മുടെ പിന്നാലെ കൂടിയതാണ്. കരയിൽ നിന്ന് ആരോ പറത്തി വിട്ട ഡ്രോണാ. അത് ഒരുപാട് നേരം നമ്മുടെ കൂടെ തന്നെ ഉണ്ടായിരുന്നു. അങ്ങനെ 2-3 മീനൊക്കെ കാണാൻ തുടങ്ങിയിട്ടാണ്. അപ്പോൾ ഇതായിരുന്നു നമ്മുടെ ഫസ്റ്റ് അറ്റംപ്റ്റ്. ഇവിടെ നമ്മൾ പിടിക്കാറുള്ളത് ഏകദേശം ഒരു 3-4 ടൈപ്പ് മീനുകളാണ് കേട്ടോ. അതിൽ കൂടുതൽ മീനുകളൊന്നും ഈ കരഭാഗത്തേക്ക് കയറി വരാറില്ല. അതിൽ വലിപ്പ ചെറുപ്പുണ്ടാവും, ചിലപ്പോൾ കൂട്ടായിട്ട് വരും, ചിലത് ഒറ്റയ്ക്ക് വരും. പിന്നെ നമ്മുടെ ഭാഗ്യം പോലെ ഇരിക്കും. ഒരു 5-6 കിലോ മീൻ എന്തായാലും പിടിച്ചിട്ടൊന്നും ഇവിടുന്ന് പോവുള്ളൂ, അല്ലാന്നുണ്ടെങ്കിൽ ഇന്നത്തെ വരവ് നഷ്ടമായി പോവും. അപ്പോൾ ആദ്യത്തെ വലയിൽ നമുക്കൊരു 3-4 കിട്ടിയിട്ട് കേട്ടോ. കുഴപ്പമില്ലാത്ത സൈസുള്ള മീനാണ്, എന്തായാലും നഷ്ടം വരില്ല. നമ്മൾ ഈ വല നാട്ടിൽ നിന്ന് വാങ്ങിച്ച് കൊണ്ടുവരണതാണ് കേട്ടോ. ചാവക്കാട് ഭാഗത്ത് പോയിട്ട് വാങ്ങിക്കണതാണ്. 7000 രൂപ 8000 രൂപ റേഞ്ചിലുള്ള വലയാണ് നമ്മൾ മേടിക്കാറ്, 12 അടിയുടെ. ചെറിയ വലയായി കഴിഞ്ഞാൽ അതിൽ മീനൊന്നും കിട്ടില്ല. ഇനി ഓവർ വലിപ്പമായി കഴിഞ്ഞാൽ അത് വീശാനും ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു അളവിൽ കൊണ്ടു നടക്കുന്നത്. ഇതാകുമ്പോൾ വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ, കുറച്ച് വലുതാണെങ്കിലും നമുക്ക് വീശാൻ പറ്റും. പിന്നെ എത്ര വലിയ വലയാണെങ്കിലും കയ്യിൽ ഒതുക്കാൻ പറ്റുമെങ്കിൽ നമുക്ക് വീശാനും പറ്റും കേട്ടോ. ഇനി കയ്യിൽ ഒതുങ്ങാത്ത വലയാണെങ്കിൽ നമുക്ക് വീശാനും പറ്റില്ല. മുകളിലൊന്നും മീനെ കാണാത്തതുകൊണ്ടാണ് കേട്ടോ ഞാൻ താഴത്തേക്ക് ഇറങ്ങണത്. വീശാൻ വേണ്ടി സെറ്റാക്കി വെച്ച വല ഒറ്റ കയ്യിൽ പിടിച്ചിട്ടാണ് നമ്മൾ ഇറങ്ങണത്. ഇറങ്ങി കുറച്ച് മുന്നോട്ട് കടന്നു കഴിഞ്ഞാൽ അവിടെ ഒരു ആങ്കർ ഉണ്ട്. ആ ആങ്കറിൻ്റെ മേലെ കയറി നിന്ന് അതിൻ്റെ പരിസരത്ത് വല്ല മീനും ഉണ്ടെങ്കിൽ അതിനൊന്ന് വീശി നോക്കാമെന്ന് വെച്ചിട്ടാണ് നമ്മൾ പോണത്. സാധാരണ ഇതുപോലുള്ള ആങ്കറിൻ്റെ പരിസരത്തൊക്കെ നല്ലോണം മീൻ ഉണ്ടാവാറുള്ളതാണ്. പക്ഷെ ഇന്ന് ഞാൻ നോക്കിയിട്ട് ഒരു മീനെ പോലും കണ്ടില്ല. അല്ലെങ്കിൽ ഇപ്പോൾ ബക്കറ്റ് നിറയേണ്ട സമയം കഴിഞ്ഞു. ഇന്നിപ്പോൾ എന്തോ ഭാഗ്യമില്ല. പിന്നെ ഞാൻ മീനെ കണ്ടില്ലെങ്കിൽ എൻ്റെ കൂടെയുള്ള ഒരു മീനെ കാണണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ട് അവർ പറഞ്ഞ അടയാളം വെച്ചിട്ടാണ് കേട്ടോ നമ്മൾ വല വീശാൻ നോക്കണത്. എന്തായാലും ഒരു ഊഹം വെച്ചൊരു പെടയും കൂടി അങ്ങോട്ട് പടച്ചിട്ടുണ്ട്. വലയ്ക്ക് വലിയ ഇളക്കൊന്നും കാണാനില്ല, അപ്പം അതുകൊണ്ട് അതിൽ വലിയ മീനും ഉണ്ടാവാൻ സാധ്യതയില്ല. ഒരു മീനും ഇല്ല എന്ന് വിചാരിച്ച് നമ്മൾ വല ഇങ്ങനെ വലിച്ചു കയറുന്ന സമയത്ത് അതിനകത്തൊരു തിളക്കം കണ്ടു കഴിഞ്ഞാൽ മനസ്സിനൊരു സന്തോഷമാണ്. അങ്ങനെ നോക്കിയപ്പോൾ ഒരു മീനിൻ്റെ തിളക്കം ഞാൻ ഈ വലയിൽ കണ്ടു. ഒന്നുണ്ട്. ഇവിടെ നമ്മൾ പിടിക്കാറുള്ള മീൻ ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ അതിന് പറയുന്ന പേരാണ് എനിക്കറിയാലോ. ഒന്ന് മാലാൻ, പിന്നെ ക്രാച്ചി, പിന്നെ ഷെയ്മ്, പിന്നെ ഗുർഫുഖാൻ. അങ്ങനെ ഓരോ മീനുകളാണ് ഇവിടെ നമ്മൾ പിടിക്കാറുള്ളത് മെയിനായിട്ട്. നമ്മുടെ നാട്ടിൽ ഇതിൻ്റെയൊക്കെ പേരെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കറിയില്ല കേട്ടാ. ഞാൻ ഇവിടെ വന്നതിന് ശേഷമാണ് ഈ മീനെ കാണുന്നത്, ഇതിൻ്റെ പേര് കേൾക്കുന്നത്. എന്തായാലും ഇപ്പോൾ പിടിച്ച മീനെ നിങ്ങളൊന്ന് കണ്ടോക്ക്, വല്ല പരിചയം ഉണ്ടോയെന്ന് അറിയാലോ. പോയിണ്ടോ? സാധാരണ ഇവിടെയൊക്കെ ഒരു വീശലിന് 15-20 മീനും കിട്ടണാടാ. പിന്നെ ഇപ്പോൾ തണുപ്പ് കുറച്ച് തുടങ്ങിയിട്ടുണ്ട്, പിന്നെ ഒന്ന് കാറ്റും ഉണ്ട്. അപ്പോൾ അതൊക്കെ മീനിൻ്റെ വരവിനെ ചെറുതായിട്ട് ബാധിക്കും.
അതുകൊണ്ട് ഈ വീശലൊക്കെ കിട്ടിയത് ഒരു മീനാ. പിന്നെ ഒന്നാണെങ്കിലും കിട്ടിയത് നല്ലതായതുകൊണ്ട് കുഴപ്പമില്ല. ഇവനൊക്കെ ഒരു ഫ്രൈ ചെയ്തെടുത്താണ്ടല്ലോ നല്ല ടേസ്റ്റാ. പലതരം വീശു വലകളുണ്ട് കേട്ടോ. ഇതിൽ നമ്മുടെ വല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടിഭാഗം ഇങ്ങനെ കൂടി കൂടി വരുന്ന ടൈപ്പാണ്. അത് ഓരോ വല വീശി കഴിയുമ്പോഴും നമ്മൾ ക്ലിയർ ആക്കി വെക്കണം. ഇല്ലയെന്നുണ്ടെങ്കിൽ അടുത്ത വീശലിന് ഉടക്കിയിട്ട് വിരിയാതെ വരും. വല ഉദ്ദേശിച്ച പോലെ വിരിഞ്ഞില്ല എന്നുണ്ടെങ്കിൽ മീനും കിട്ടില്ല. അപ്പോൾ ഓരോ വീശൽ കഴിയുമ്പോഴും നമ്മൾ വല പരമാവധി ക്ലിയർ ആക്കാറുണ്ട്. ഏറ്റവും കൂടുതലായിട്ട് ഈ പ്രദേശത്ത് കയറി വരുന്ന മീനുകളാണ് കേട്ടോ മാലാൻ. അവർ കൂട്ടം കൂട്ടമായിട്ട് സഞ്ചരിക്കുന്നതുകൊണ്ട് കിട്ടുമ്പോൾ ഒരു 5-6 ഒരുമിച്ചാണ് കിട്ടുക. അല്ലെങ്കിൽ പിന്നെ അതിൽ കൂടുതൽ 1-2 കിട്ടുന്നത് വളരെ അപൂർവമാണ്. പിന്നെ ഇവരുടെ ഒരു സ്പീഡ് മൂവിങ് ഒക്കെ നോക്കിയിട്ട് വേണം നമ്മൾ വീശാൻ മാത്രം. അതായത് നമുക്ക് ഇപ്രാവശ്യം കിട്ടിയത് ചെറിയൊരു മാലാൻ്റെ കൂട്ടാണ് കേട്ടോ. ഈ വല ഉടക്കി കഴിഞ്ഞാൽ അത് ക്ലിയർ ആക്കുക എന്ന് പറഞ്ഞാൽ കുറച്ച് പണിയുള്ള കാര്യമാണ് കേട്ടോ. ഒരു 7-8 കിലോ ഈ വലയ്ക്ക് ഭാരം ഉണ്ടാവും. അത് ഒറ്റ കയ്യിൽ തൂക്കി പിടിച്ചുകൊണ്ട് ഈ വലക്കണ്ണികൾ ഇങ്ങനെ ഓരോന്നോരോന്നായിട്ട് നമ്മൾ മാറ്റണം. അത് ഒറ്റയ്ക്കാണെന്നുണ്ടെങ്കിൽ പെട്ടുപോകും. 2-3 ആൾക്കാരുണ്ടെങ്കിൽ നമ്മുടെ പണി അത്രയും കുറയും. നമുക്ക് കുറച്ചും കൂടിയും വീശാനുള്ള ഒരു ആരോഗ്യം ഉണ്ടാവും. അല്ലെങ്കിൽ പെട്ടെന്ന് ക്ഷീണിച്ചു പോകും. വീശനവർക്ക് അറിയാനുള്ള അതിൻ്റെ ബുദ്ധിമുട്ട്. ഞങ്ങൾ 2 പേരും കേട്ടോ ഇവിടുത്തെ വീശക്കാർ. ചില സമയത്ത് ഇതേപോലെ ചില ആവശ്യമില്ലാത്ത മീനുകൾ കയറി വരും കേട്ടോ. ഇത് നമ്മളിവിടെ ഹെലികോപ്റ്റർ എന്ന് വിളിക്കണ മീനാണ്. ഈ സാധനം വലയിൽ കയറി കഴിഞ്ഞാൽ ഒന്നെങ്കിൽ അതിനെ കൊല്ലണം, അല്ലെങ്കിൽ വല കയറണം, അല്ലെങ്കിൽ അതിനെടുക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് സമയം എടുക്കും. അടിപൊളി. ഇത് ഞാൻ ഉന്നം വെച്ച് പിടിച്ചൊരു മീനാട്ടാ. ഇതൊരു കൂട്ടത്തിൽ നിന്നിരുന്നതാ. പക്ഷേ ഇവൻ കുറച്ച് വലുപ്പമുള്ളത് കൊണ്ട് ആളുകളെ കാണുമ്പോൾ വേഗം വേഗം പോവുക. അപ്പോൾ അവനെ ഞാനൊന്ന് അകലേക്ക് വീശി പിടിച്ചതാ. അതെന്തായാലും കിട്ടി. ഈ വലിപ്പം കൂടുന്തോറും മീനുകൾക്ക് സ്പീഡും കൂടും. പിടിക്കാൻ ഭയങ്കര പാടാ. ഈ മീനിൻ്റെ പേരാണ് ഇത്ര ഗുർഫുഖാൻ. നമ്മുടെ വീഡിയോ എടുക്കണ മണിയേട്ടൻ പറഞ്ഞ എന്താ, ഏത് ഖാനായാലും നല്ല മീനാണ്ടാ. ഇതൊക്കെ നമുക്ക് വല്ലപ്പോഴും കിട്ടാറുള്ളൂ അങ്ങനത്തെ മീനുകളൊക്കെ. മീൻ വരണ്ടോന്ന് ഇങ്ങനെ നോക്കി നിൽക്കുകയാണ് കേട്ടാ. ആ അവിടെ 2 മീനെ കണ്ടു. ഇനിയൊരു സ്റ്റെപ്പ് ഉണ്ട് കേട്ടാ. ഏയ് 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 എങ്ങനെയുണ്ട്? നല്ല രസമുണ്ടല്ലേ കാണാൻ. ഇനി കറങ്ങി വല വീശാൻ പഠിക്കണം. ഇത് പിന്നെ നമ്മുടെ തൊഴിലിൻ്റെ ഭാഗമൊന്നും അല്ലാത്തതുകൊണ്ട് നമ്മൾ ഇതിന് അത്ര ഇമ്പോർട്ടൻ്റ് കൊടുക്കണില്ല. അത്യാവശ്യം വല വിരിയുന്നുണ്ട്, മീനും കിട്ടുന്നുണ്ട്. അപ്പോൾ പിന്നെ ആ പരിപാടി അവിടെ നിർത്തി. പഠിച്ചിടത്തോളം മതിയെന്നായി. 2-3 മീനൊക്കെ ആണെങ്കിലും നമുക്ക് കുറേശ്ശെ പിടിച്ച് ലക്ഷ്യത്തിലെത്താൻ പറ്റുമെന്ന് തോന്നണു. ഈ ട്രിപ്പിൽ നമുക്ക് 1 മീനെ കിട്ടിയല്ലോ കേട്ടോ. ഈ 1 മീനൊക്കെ കിട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വല വീശലിൽ ഭയങ്കര നഷ്ടം വരുന്ന പരിപാടിയാണ്. വല വീശി കഴിഞ്ഞാൽ മിനിമം ഒരു 5-10 കിട്ടണം. അതാണ് അതിൻ്റെ ഒരു സുഖം. പിന്നെ ചെറിയ മീനുകൾ ഒരു 5-10 കൂട്ടായിട്ട് പോകുന്നതാണ് ഇപ്പോൾ ഒന്ന് വീശിൻ്റെ കേട്ടാ. സത്യം പറയാലോ, ഇത്രയും ചെറിയ മീനുകളെ നമ്മൾ വീശാറേ ഇല്ല കേട്ടാ. ഇതിപ്പോൾ ഗതികേട് കൊണ്ട് വീശിയതാ. ഇതൊക്കെ ചെറുത്. അതിൽ തീരെ ചെറിയ മീനുകളൊക്കെ നമ്മൾ കടലിലേക്ക് തന്നെ ഇട്ടു കേട്ടോ.
അപ്പോൾ ഇത്രയും മീനാണ് നമുക്ക് ഇവിടുന്ന് കിട്ടിയത്. അങ്ങനെ വല നമ്മൾ തിരിച്ച് ബക്കറ്റിലാക്കിയിട്ടാണ്. പക്ഷെ ഒരു അവധി ദിവസം ഉറക്കമൊക്കെ കളഞ്ഞ് മീനൊക്കെ പിടിക്കാൻ വേണ്ടി വന്നിട്ട് ഇത്രയും കുറവ് മീനും കൊണ്ട് റൂമിൽ പോകാൻ പറ്റാത്തതുകൊണ്ട്, മനസ്സ് തോന്നാത്തതുകൊണ്ട് നമ്മൾ തീരുമാനിച്ച് കുറച്ച് വെള്ളം കുടിച്ചിട്ട് അടുത്തൊരു സ്ഥലത്തേക്ക് മീൻ പിടിക്കാൻ പോകാമെന്ന്. വേലിയിറക്കമായതുകൊണ്ട് ഇവിടുത്തെ വെള്ളത്തിൻ്റെ അളവ് നല്ലോണം കുറഞ്ഞു. ഇനി കുറച്ചും കൂടി വെള്ളമുള്ള സ്ഥലത്തേക്ക് പോയാലേ നമുക്ക് മീൻ പിടിക്കാൻ പറ്റുള്ളൂ. അങ്ങനെ നമ്മളൊരു 100-500 മീറ്ററും കൂടി മുമ്പിലേക്ക് പോകാൻ തീരുമാനിച്ചു കേട്ടോ. ഈ പ്രദേശത്ത് കംപ്ലീറ്റ് ബാർജുകളും ബോട്ടുകളൊക്കെ ആയതുകൊണ്ട് നമുക്ക് എവിടെ വേണമെങ്കിലും കയറി വീശാം. ഈ ബാർജിൻ്റെ ഒരു കോലം നോക്കിയാൽ ഫുള്ള് ഹോളായിട്ട് വെള്ളം കയറി കിടക്കുക. ഇനി ഇതൊക്കെ സ്ക്രാപ്പാക്കാനേ പറ്റുള്ളൂ. ആ കാണുന്ന സ്പോട്ടിലേക്കാണ് നമുക്കിനി എത്തേണ്ടത്. രാവിലെ ആയതുകൊണ്ട് വെള്ളത്തിനൊക്കെ അത്യാവശ്യം തണുപ്പുണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ സ്പോട്ടിലേക്ക് എത്തിയിട്ടാ. ഈ ബാർജിന് കോണിയൊന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മൾ ടയറിൻ്റെ മുകളിൽ കൂടെ ഏന്തി പിടിച്ച് വേണം മുകളിലേക്ക് കയറാൻ വേണ്ടിയിട്ട്. അങ്ങനെ മുകളിൽ കയറി ആദ്യം വലയ്ക്കാൻ നമുക്ക് കുറച്ച് മീൻ കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇവിടെ നിന്ന് അങ്ങോട്ട് ഇതേപോലെ പിടിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് വന്നേക്കണത്. കിട്ടിയ ഭാഗ്യം. അടിപൊളി. പാലാനും കുത്തുകാനും ഉണ്ട്. പിന്നത്തെ വിശലിന് 2 കിട്ടിയത്. ഇതൊരു ചെരിഞ്ഞ് കിടക്കുന്ന പഴയ ബോട്ടാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ മുകളിൽ നിന്നിട്ട് വല വീശാന്ന് പറഞ്ഞാൽ കുറച്ച് പാടുള്ള പണിയാണ്. അപ്പോൾ നമ്മളൊരു കുന്തത്തിൻ്റെ മുകളിലൊക്കെ കയറി നിന്നിട്ടാണ് വീശണത്. അപ്പോൾ ഇവിടുത്തെ കുറച്ച് മീൻപിടുത്തം മിസ്സായിട്ടുണ്ട്. കാരണം ഇതിൻ്റെ മുകളിലേക്ക് കയറി വരാൻ തന്നെ കുറച്ച് പണിയുണ്ട്. അതുകൊണ്ട് വീഡിയോഗ്രാഫർ വരാൻ വൈകി. അതുകൊണ്ട് എൻ്റെ അവസാനത്തെ പിടുത്താണ് ഇവിടെ കണ്ടത്. ഒരു മീനുള്ളതിൽ. ഇതിന് മുന്നേ ഞങ്ങൾ കുറച്ച് മീൻ പിടിച്ചു വിടുന്നു. അങ്ങനെ ഇവിടെയും നിന്നിട്ട് വലിയ രക്ഷയില്ലാന്ന് കണ്ടപ്പോൾ നമ്മളിനി താഴത്തേക്ക് ഇറങ്ങാൻ പോവുക. ഇവിടെയും നമ്മൾ സ്ഥിരമായിട്ട് നിൽക്കാൻ പാടില്ല. അപ്പോൾ അവിടെ മീനിൻ്റെ സാന്നിധ്യം കുറയും. നമ്മളിങ്ങനെ കറങ്ങി നടന്നുകൊണ്ടിരിക്കണം. ഇപ്പോൾ സമയം ഏതാണ്ട് 9 മണി ആവാറായിട്ടാണ്. അപ്പോൾ അവസാനത്തെ ഒരു വീശലും കൂടി വീശി പോകാമെന്ന് വിചാരിച്ചൊന്ന് നോക്കിയതാണ്. കിട്ടിയതാണെങ്കിൽ ഫുള്ള് ചെറിയ ചെറിയ മീനുകൾ. ഈ ചെറിയ മീനുകൾ വലയ്ക്കുള്ളിൽ കയറി കഴിഞ്ഞാൽ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുടഞ്ഞ് ഓരോന്നിനെ എടുത്ത് കളയണം. അല്ലാതെ അവർ നമ്മൾ വല എങ്ങനെ തൂക്കിയിട്ടാലും അവർ ചാടിപ്പോവില്ല. കാരണം അവർക്ക് പോകാൻ പറ്റില്ല. അവരെ വലക്കണിയുടെ ഉള്ളിൽ ഇങ്ങനെ കുടുങ്ങി കിടക്കും. അപ്പോൾ അങ്ങനെ ഓരോന്നിനും എടുത്ത് കളഞ്ഞ് സമയം കുറച്ചായി. അവരൊക്കെ തിരിച്ച് ജീവനോടെ തന്നെ കടലിലേക്ക് ഇടുട്ടാ. അവരൊക്കെ ഇനി വലുതായിട്ട് വേണം നമുക്ക് പിടിക്കാൻ. നമ്മുടെ സമ്പത്താണ്. പിന്നെ എല്ലാവർക്കും വിശക്കാനും തുടങ്ങിയ ക്ഷീണമായി എന്ന് കണ്ടപ്പോൾ ഞങ്ങൾ തീരുമാനിച്ചു പരിപാടി ഇന്നത്തെ ഇവിടെ നിർത്താമെന്ന്. അങ്ങനെ നമ്മുടെ ഇന്നത്തെ മീൻപിടുത്തം ഇവിടെ അവസാനിപ്പിക്കാനായിട്ടാണ്. വെള്ളിയാഴ്ച അങ്ങനെ തീർന്നു. സാധാരണ ഒരു വെള്ളിയാഴ്ച തീരണത് അലക്കിയും ഭക്ഷണം വെച്ചും കിടന്നുറങ്ങിയൊക്കെയാണ്. അതിൻ്റെ കൂട്ടത്തിൽ ഇതും. ഇനി അത്രയും ദൂരം കരക്കിലേക്ക് നടക്കണം കേട്ടോ നമ്മുടെ റൂമിൽ എത്തണമെങ്കിൽ. ഇത് നമ്മൾ ലാസ്റ്റ് പിടിച്ച മീൻ. ഇത് നമ്മൾ ആദ്യം പിടിച്ച് വെച്ച മീൻ. രണ്ടും കൂടി കുഴപ്പമില്ല, അത്യാവശ്യം ഉണ്ട്. ഇന്ന് പോയതിന് നഷ്ടമൊന്നും പറയില്ല. നമ്മൾ ഈ മീൻ പിടിക്കണത് വിൽക്കാൻ വേണ്ടിയിട്ടൊന്നല്ല കേട്ടാ. ഇതൊക്കെ ഒരു വിനോദം. പിന്നെ നമുക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ആവശ്യത്തിന് എടുക്കാൻ വേണ്ടി മാത്രമാണ് ഈ പിടിക്കണത്. പിന്നെ അധികം മീൻ കിട്ടുന്ന സമയത്ത് ഞങ്ങൾ തൊട്ടടുത്തുള്ള റൂമുകാർക്ക്, ഞങ്ങളുടെ കമ്പനിയിൽ തന്നെയുള്ള മറ്റാളുകൾക്ക്, മറ്റ് രാജ്യക്കാർക്കൊക്കെ നമ്മൾ വെറുതെ മീൻ കൊടുക്കാറുണ്ട്. അത് അവർക്കൊരു സന്തോഷം. ഒരു ദിവസത്തെ കറി അത്രയും ചിലവില്ലാതെ വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ലാഭമല്ലേ. പൈസ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണല്ലോ എല്ലാവരും ഗൾഫിലേക്ക് വരണത്. അപ്പോൾ എത്ര ചിലവ് കുറച്ച് ഇവിടെ ജീവിക്കുന്നോ അത്രയും പൈസ നാട്ടിലേക്ക് അയക്കാമെന്ന് എല്ലാവരും ചിന്തിക്കുള്ളൂ. അപ്പോൾ നമ്മൾ പിടിച്ച മീനൊക്കെ കഴുകി വൃത്തിയാക്കി സൈസ് തിരിച്ച് കവറുകളിലാക്കി വെക്കണം കേട്ടോ. അങ്ങനെ ഒരാഴ്ചത്തേക്ക് കറിക്കുള്ള വകുപ്പായി. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ബൈ.